കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ പ്രതിഷേധവുമായി DMKയും കേന്ദ്ര ബജറ്റിലെ അവഗണനയ്ക്കെതിരെ പാർലമെന്റിൽ പാർട്ടി എംപിമാർ കറുപ്പണിഞ്ഞ് പ്രതിഷേധിക്കും. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളോടും പ്രതിഷേധിക്കാൻ ആഹ്വാനം. നിഖിലുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി. നിഖിൽ, കേന്ദ്ര സർക്കാരിനെതിരെ അങ്ങനെ DMKയും രംഗത്തെത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ആര്യ, ഈ കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനകൾ സഹിക്കാനാവില്ല എന്ന നിലപാട് ഒരുപക്ഷെ കേരളം ആദ്യമായി ഉയർത്തിയ ആ ഒരു ശബ്ദത്തിനൊപ്പം ചേരുന്നു മറ്റ് സംസ്ഥാനങ്ങളും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ DMK ഈ പ്രതിഷേധവുമായി എത്തുന്ന സാഹചര്യമാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. കാരണം പ്രളയവും ഒപ്പം തന്നെ ചുഴലിക്കാറ്റുമൊക്കെ വലിയ രീതിയിൽ പിടിച്ചുലച്ച തമിഴ്നാട് അവരുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും ഒപ്പം തന്നെ ഈ നാശനഷ്ടങ്ങൾ നികത്തുന്നതിനുമൊക്കെയായി 37,000 കോടിയുടെ കേന്ദ്ര സഹായമാണ് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഈ ആവശ്യം പാടെ അവഗണിക്കുകയാണ് ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്തത്. ഇതിലുള്ള പ്രതിഷേധവുമായാണ് DMK MPമാർ 8-ാം തീയതി പാർലമെന്റിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കറുത്ത വസ്ത്രമണിഞ്ഞ് 8-ാം തീയതി ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പ്രതിഷേധ സമരം നടത്താനാണ് ഇപ്പോൾ DMK MPമാർ തീരുമാനിച്ചിരിക്കുന്നത്. DMK MPമാർ മാത്രമല്ല, ഘടകകക്ഷികളായ മറ്റ് പാർട്ടികളുടെ എംപിമാരോടും ഈ സമരത്തിൽ പങ്കെടുക്കണമെന്ന് DMK ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഇതിലെ ഏറ്റവും രസകരമായ വസ്തുത നിൽക്കുന്നതും അവിടെ തന്നെയാണ്. കാരണം കോൺഗ്രസ് എംപിമാരോടും കൂടി ഇതിൽ പങ്കെടുക്കണം, ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമാകണമെന്ന് DMK ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ് എംപിമാർ സ്വാഭാവികമായും ഈ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമാകാൻ പോവുകയാണ്. കേന്ദ്രത്തിനെതിരെ കോൺഗ്രസ്, കർണാടകയ്ക്ക് പിന്നാലെ തമിഴ്നാട്ടിലും കോൺഗ്രസ് ഈ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമാകാൻ പോകുന്നു. അപ്പോഴാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ തലവേദനയാകാൻ പോകുന്നത്. കാരണം അവർ ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുണ്ട്. കേന്ദ്രം സംസ്ഥാനങ്ങളെ, പ്രത്യേകിച്ച് ഈ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ഞെരുക്കുന്ന, ഒരു സഹായവും നൽകാതെ ഒറ്റപ്പെടുത്തുന്ന, അങ്ങനെ തകർക്കാൻ ശ്രമിക്കുന്ന നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസ്സിന് മറ്റ് സംസ്ഥാനങ്ങളിൽ, ഇപ്പോൾ തമിഴ്നാടും കർണാടകയും എല്ലാം തന്നെ അതിനെതിരെ, ആ നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി മുന്നോട്ട് വരുമ്പോൾ ഇപ്പോഴും കേരളത്തിൽ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ് ചെയ്യുന്നത് CPIMനെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ എതിർക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടി ഈ ഒരു ചുരുങ്ങിയ ചുറ്റളവിൽ കേരളത്തിലെ രാഷ്ട്രീയ താല്പര്യങ്ങൾ മാത്രം കണ്ടുകൊണ്ട് നിൽക്കുന്ന സാഹചര്യം ഇപ്പോഴുണ്ട്. ഇനിയും അവർക്ക് ആ ഒരു നിലപാടിൽ നിന്ന് മാറാതിരിക്കാനാവുമോ എന്ന ചോദ്യം കൂടി ഈ കർണാടകയ്ക്ക് പിന്നാലെ തമിഴ്നാട്ടിലെ കോൺഗ്രസ് കൂടി കേന്ദ്രത്തിനെതിരായ പ്രതിഷേധത്തിൻ്റെ ഭാഗമാകുമ്പോൾ സ്വാഭാവികമായും ഉയർന്നു വരും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ വിഷയത്തിൽ വരുന്നത്. ഒരുപക്ഷെ ഇന്നലെയൊക്കെ പല ഭാഗങ്ങളിൽ ധനമന്ത്രി KN ബാലഗോപാൽ ഉൾപ്പെടെ പറഞ്ഞതുപോലെ ഈ സംസ്ഥാനങ്ങളെ ഞെരുക്കുന്ന കേന്ദ്രത്തിൻ്റെ നിലപാട്, കേന്ദ്രത്തിൻ്റെ ഈ തികഞ്ഞ അവഗണന, അത് ഒരു പരിധിവരെ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെല്ലാം മനസ്സിലായി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കേന്ദ്ര അവഗണനയെക്കുറിച്ച് ആദ്യം ശബ്ദമുയർത്തിയത്, അതിനെതിരെ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചത്, പല രീതിയിൽ തങ്ങളുടെ പ്രതിഷേധം കേന്ദ്രത്തെ അറിയിച്ചത് എല്ലാം കേരളമായിരുന്നു. കേരളത്തിൻ്റെ വഴിയിലേക്ക് സ്വാഭാവികമായും മറ്റ് സംസ്ഥാനങ്ങൾക്കും വരേണ്ടി വരുന്നു. കാരണം അത്രത്തോളം വലിയ അവഗണന ഈ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം തന്നെ നേരിടുന്നു എന്ന് തന്നെയാണ് ഈ പ്രതിഷേധ പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കുന്നതും. കാരണം കർണാടക ഇന്നലെ ഈ ഒരു പ്രതിഷേധവുമായി കേന്ദ്രത്തിനെതിരെ പ്രതിഷേധിക്കാൻ ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത് ഒരുപക്ഷെ കേരളത്തെക്കാൾ സ്വാഭാവികമായും വരുമാന സ്രോതസ്സുള്ള സംസ്ഥാനമാണ്, വലിയ സംസ്ഥാനമാണ്. അവർക്ക് സാമ്പത്തികമായി സ്രോതസ്സ് ലഭിക്കുന്ന വിവിധ മേഖലകളുണ്ട്. എന്നിട്ട് പോലും ആ സംസ്ഥാനത്തിനും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. അത്രത്തോളം വലിയ അവഗണന കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. സ്വാഭാവികമാണ് അപ്പോൾ ആ ഘട്ടത്തിൽ അവർ കേന്ദ്രത്തിനെതിരെ പ്രതിഷേധവുമായി എത്തുന്നു. തങ്ങളുടെ അവകാശങ്ങൾ വേണം എന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തെ സമീപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവർ എത്തുന്നു. തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളവും വ്യത്യസ്തമായ ഒരു കാര്യമല്ല, ഒരു സാഹചര്യമല്ല നിലവിലുള്ളത്. കാരണം നമ്മൾ കഴിഞ്ഞ 1-2 മാസങ്ങൾക്കപ്പുറം കാണുന്നതാണ് തമിഴ്നാട് ഈ പ്രകൃതി ദുരന്തങ്ങളിലും മറ്റും അനുഭവിച്ച പ്രശ്നങ്ങൾ. അവിടെ വീണ്ടും പഴയ നിലയിലേക്ക് ആ ഒരു സംസ്ഥാനം എത്തണമെങ്കിൽ അവർക്ക് തീർച്ചയായും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക സഹായം ലഭിക്കേണ്ടതുണ്ട്. അത് ഒരിക്കലും ഔദാര്യമായി അല്ല, തമിഴ്നാടായാലും കർണാടകമായാലും കേരളമായാലും ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും ഔദാര്യമായി അല്ല ചോദിക്കുന്നത്. അത് സംസ്ഥാനങ്ങളുടെ അവകാശമാണ്. പക്ഷേ ആ അവകാശങ്ങളെ രാഷ്ട്രീയ വൈര്യത്തിൻ്റെ പേരിൽ അവഗണിക്കുന്ന, അതിനെ കണ്ടില്ലെന്ന് നടിക്കുന്ന കേന്ദ്രത്തിൻ്റെ ഈ ഒരു നിലപാട്, അത് എപ്പോഴും അതിനെതിരെ പ്രതികരിക്കാതിരിക്കാനാവില്ല എന്ന
ഇത് സംസ്ഥാനങ്ങൾക്ക് തിരിച്ചറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അത്രത്തോളം രൂക്ഷമായിരിക്കുന്നു കേന്ദ്രം ഈ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന അവഗണന എന്നത് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരമൊരു പ്രതിഷേധത്തിലേക്ക് കൂടുതൽ സംസ്ഥാനങ്ങൾക്ക് വരേണ്ടി വരുന്നത്. ഏതായാലും നമ്മൾ പല കാര്യങ്ങളിലും പറയുന്നത് പോലെ കേരളം രാജ്യത്തിന് വഴികാട്ടിയാകുന്ന മാതൃകയാകുന്ന പല സാഹചര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കേന്ദ്രം അവഗണിക്കുന്നത് കാരണം സംസ്ഥാനങ്ങൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ അതിനോട് കൃത്യമായി പ്രതികരിക്കാനും അതിലൊരു പ്രതിഷേധം രേഖപ്പെടുത്താനുമുള്ള ഒരു ആർജവം കാണിച്ചതും അതിന് തുടക്കം കുറിച്ചതും കേരളം തന്നെയാണ്. ആ വഴിയിലേക്ക് ഇപ്പോൾ കർണാടകയും തമിഴ്നാടുമൊക്കെ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ പ്രാധാന്യം ഈ വിഷയത്തിനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ്. കർണാടകയിൽ ഇന്നലെ സിദ്ധരാമയ്യയും DK ശിവകുമാറും ഒക്കെ ഈ കേന്ദ്രത്തിൻ്റെ അവഗണനയ്ക്കെതിരെയുള്ള പ്രതിഷേധത്തിന് തങ്ങൾ ഒരുങ്ങുന്നു, അതല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. ഇന്നിപ്പോൾ DMK ഇത്തരത്തിൽ 8-ാം തീയതി പ്രതിഷേധവുമായി പാർലമെൻറ്റിന് മുന്നിലേക്ക് പോകുമ്പോൾ കോൺഗ്രസിനെ അതിൽ പങ്കെടുക്കാൻ കോൺഗ്രസിനോട് ആവശ്യപ്പെടുന്നുണ്ട്. കോൺഗ്രസിന് പങ്കെടുക്കേണ്ടി വരും. സ്വാഭാവികമായും അവർ പങ്കെടുക്കും. കാരണം അവരുടെ സംസ്ഥാനത്തിൻ്റെ താല്പര്യമാണ്. ആ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അവർ അവിടെ സ്വീകരിക്കാൻ പോകുന്ന നിലപാടും എന്നത് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കർണാടകയിലും തമിഴ്നാട്ടിലും കോൺഗ്രസിനാകാമെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിന് സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യമായി ഈ ഘട്ടത്തിൽ നിൽക്കുന്നത്. ഇനിയെങ്കിലും കോൺഗ്രസിൻ്റെ നിലപാട് മാറുമോ എന്നതും നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതുമാണ്. ആര്യ, ശരി. കേരളത്തിന് പിന്നാലെ മറ്റ് സംസ്ഥാനങ്ങളും കേന്ദ്ര അവഗണനയ്ക്കെതിരെ സമരവുമായി രംഗത്തെത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. DMKയും കേന്ദ്ര അവഗണനയ്ക്കെതിരെ സമരം പ്രഖ്യാപിച്ചു. അവഗണനയ്ക്കെതിരെ പാർലമെന്റിൽ പാർട്ടി എംപിമാർ കറുപ്പണിഞ്ഞ് പ്രതിഷേധിക്കും. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളോടും പ്രതിഷേധിക്കാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. നിഖിലാണ് വിശദാംശങ്ങൾ നൽകിയത്.